ഹലോ ഗൈസ്, ഇറ്റ്സ് യുവർ ഡിക്സൺ. ഫുഡ് വ്ളോഗ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു പരിപാടി അല്ലെങ്കിലും ഈ അമ്മച്ചീൻ്റെ ചിരിയും ഈ അമ്മച്ചിയുടെ വർത്തമാനം കണ്ടിട്ടോ ഞാൻ മെയിനായിട്ട് ഈ വ്ളോഗ് ചെയ്യുന്നത്. അമ്മച്ചി പല്ലു പോയ ചരിത്രം പറയുന്നതിൻ്റെ ഒപ്പം തന്നെ കടികളുണ്ടാക്കാനുള്ള തിരക്കിലും കൂടെ ആട്ടോ. കടികളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. അങ്ങനെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. സാധാ ഒരു കടയിൽ നിന്ന് സാധാ ഒരു കടികൾ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടായിട്ട് കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും ചേർക്കാറുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ലൊരു ചിരിയോടുകൂടി, അത് പല്ലില്ലാണ്ടൊരു ചിരിയോടുകൂടി നമുക്കൊരു സാധനം കിട്ടുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഈ കടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട. അതേപോലെ ചേച്ചിയാണെങ്കിലും കൊല്ലങ്ങളായിട്ട് ഈ അമ്മച്ചീൻ്റെ അടുത്ത് നിന്ന് കടികളും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ചേച്ചിയും കൂടെ കേട്ടോ. പക്ഷെ നമ്മളോട് മാത്രമല്ല, എല്ലാവരോടും ഭയങ്കര ടോക്കേറ്റീവ് ആണ്. അങ്ങനെ വായിക്കോടെ കപ്പൽ കുറഞ്ഞ തരത്തിലുള്ള കടികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നിഷ്കളങ്കമായ സ്നേഹത്തിനൊപ്പം തന്നെ കലർപ്പില്ലാത്ത കുറച്ച് എണ്ണക്കടികളും, അതാണ് ഈ കടയിൽ എനിക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. പൊതുവെ ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരെ കടയിലൊക്കെ കയറുമ്പോൾ അവർ ഇച്ചിരി ദേഷ്യക്കാരും കാർക്കശക്കാരും ആയിരിക്കും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രായത്തിൻ്റെയാണ്. പക്ഷേ ഈ അമ്മച്ചി അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതിൽ വിപരീതമായിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് വരുന്നൊരു അമ്മച്ചിയാണ്. നമ്മളെ ഹാപ്പി ആക്കിയിട്ട് അവിടെ നിന്ന് വിടുകയുള്ളൂ. അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിനഗർ റോഡിൽ നമ്മുടെ സ്മൈൽ കൊച്ചി കട ഒന്നറിയില്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. എവിടുന്ന് പല്ലെടുത്തെന്ന് പറ, അവിടെ നിന്ന് തന്നെ പല്ലു എടുത്ത് തൊട്ടപ്പുറത്ത് തന്നെ കട. അവരിവിടെ വന്ന് ചായ പിടിക്കാറുണ്ടോ? ചുമ്മാ. അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ.